എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1870 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ നാസില സാദിഖാണ്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നാസില സാദിഖ് നമുക്ക് നേരത്തെയും ഒരു ക്ലാസ് എടുത്തിരുന്നു. ഇന്ന് ഡോക്ടർ എടുക്കുന്ന വിഷയം ഫിഷറും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഡോക്ടർ ലാസിമ സാദിഖ് ഡോക്ടർ ബേസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ടത്. ഹോസ്പിറ്റലിൽ ഇൻപേഷ്യൻ്റ് ഉള്ള ഹോസ്പിറ്റലാണോ, അതിനെക്കുറിച്ച് അതൊന്ന് ഡോക്ടർ ഹോസ്പിറ്റലിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഇൻപേഷ്യൻ്റ് ഉള്ള ഹോസ്പിറ്റലാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കൗതുകം, വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഡോക്ടർ അതുകൂടി പറയും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷനിലേക്ക് പോകാം. നന്ദി. അതുപോലെ തന്നെ ഡോക്ടർ ലാസിമ ധാരാളം ഇതുപോലെ 8 വർഷത്തെ ചികിത്സാ അനുഭവങ്ങൾ ഉള്ള ഡോക്ടറാണ്. കഴിഞ്ഞ ഫിഷറാണെന്ന് തോന്നുന്നു, എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഡോക്ടർ ഇന്ന് വളരെ നല്ല രീതിയിൽ നല്ലൊരു ക്ലാസ് ഡോക്ടറുടെ പ്രതീക്ഷിച്ചുകൊണ്ട് IFPHന് വേണ്ടി ഡോക്ടർ ലാസിമ സാദിഖിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ തുടങ്ങാം. ഡോക്ടറെ കോ-ഹോസ്റ്റ് ആക്കാം. ഡോക്ടർക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ചോദിച്ചൊരു കാര്യം, IP മുൻപ് ഉണ്ടായിരുന്നു, അതായത് കോവിഡിന് മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മള് OP മാത്രമാണുള്ളത്. ആക്ച്വലി OP എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് ഡെയിലി ഒരു 10 ഡോക്ടേഴ്സ് വിസിറ്റ് OP എടുക്കുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം വരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, മാസത്തിൽ 1 ദിവസം വരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ പേഷ്യൻസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഡെയിലി ഒരു 200-250ഓളം പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂരോ? അതെ, അല്ല, മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് പാണ്ടിക്കാട്. നമ്മുടെ MD ഡോക്ടർ ബാസിൽ യൂസഫ് ആണ്. ഡോക്ടറുടെ കീഴിലാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പൈൽസിനെ കുറിച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിക്ക് ഫിഷറിനെ കുറിച്ചാണ് എടുക്കുന്നത്. ഫിഷറിന്റെ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം വിള്ളൽ എന്നൊക്കെയാണെങ്കിലും നമ്മൾ ഫിഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏനൽ ഫിഷർ അല്ലെ? ഫിഷർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു വിള്ളലാണെങ്കിലും പൊതുവെ ഫിഷർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലദ്വാരത്തിലുള്ള വിള്ളലിനെയാണ്. അതാണ് ഏനൽ ഫിഷർ. പൈൽസ് കഴിഞ്ഞാൽ ഏകദേശം ഒരു നല്ല എമൗണ്ട് ആളുകൾക്ക് വരുന്ന ഒരു അസുഖമായിട്ടാണ്. അതായത് മലദ്വാരത്തിൽ ഉണ്ടാവുന്ന ചെറിയ വിള്ളല്, അത്യാവശ്യം നല്ല രീതിയിൽ വേദന ഉണ്ട്, കൂടെ എരിച്ചില് പുകച്ചിലൊക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഫിഷർ. മിക്കവാറും ഏകദേശം എല്ലാ ഏജ് ഗ്രൂപ്പിലും നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ് ഫിഷർ എന്ന് പറഞ്ഞ ഒരു രോഗം. ഫിഷറിന്റെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതിൽ കാണാൻ പറ്റും ആ ഒരു ടിയർ. ഓക്കെ ഡോക്ടർ, ഇനി നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് പൈൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പൈൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാലും പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇത് 3ആണ് കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇതില് നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സിന് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം ഒരുപാട് പേർക്ക് വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള അസുഖമായിട്ട് മാറിയിട്ടുണ്ട് ഫിഷർ. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ സമയക്രമം, ഭക്ഷണത്തിൻ്റെത്, വൈകി എണീറ്റ് വൈകി ഭക്ഷണം കഴിച്ച് വൈകി ഉറങ്ങുന്ന ഒരു ശീലം കാരണം തുടക്കത്തിലെ മലബന്ധം ഉണ്ടായിരിക്കും. അതിനു മുൻപ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതിനുശേഷം മലബന്ധം ഉണ്ടായിരിക്കും. ഈ മലബന്ധം ഉണ്ടാവുന്നതിന്റെ കൂടെ തന്നെ മോഷൻ, മലബന്ധം എന്ന് പറഞ്ഞാൽ മോഷൻ ഹാർഡ് ആവുക അല്ലെങ്കിൽ ഉറച്ചിരിക്കുക. അതേപോലെ തന്നെ സൈസ് ഓഫ് മോഷൻ ബിഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയും മോഷൻ പുറത്തേക്ക് വരേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അതായത് മോഷൻ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് മുക്കി മോഷൻ പുറത്തു വരുന്ന സമയത്ത് മലദ്വാരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വിള്ളൽ വരും. ഈ വിള്ളല് കാലക്രമേണ ഒരു തവണ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു വിള്ളലായിരിക്കും. പിന്നെ അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടി കൂടി വരും. അതുപോലെ തന്നെ ഈ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് വേദനയും എരിച്ചിലും പുകച്ചിലും കൂടും. എങ്ങാനും നമ്മുടെ ഞരമ്പുകൾ ബ്ലഡ് വെസൽസിന്റെ അത് കൂടെയാണ് ഈ വിള്ളൽ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിയായിട്ടുള്ള അതല്ലെങ്കിൽ നല്ല സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്ങും അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. 2 രീതിയിലാണ് ഫിഷർ ഉണ്ടായിക്കാറ്. ഒന്ന് അക്യൂട്ട്, രണ്ടാമത്തത് ക്രോണിക്. പിന്നെ ഇതിന്റെ മെയിൻ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേദന ഉണ്ടായിരിക്കും. പിന്നെ പേടിയായിരിക്കും ബാത്റൂമിൽ പോവാൻ. കാരണം നമുക്ക് വേദനിക്കുന്ന മുന്നേ അറിയാം. ബാത്റൂം പോയി വരുമ്പോഴേക്കും നമ്മൾ ആകെ ഒരു എക്സോസ്റ്റ് ആയി ടയേർഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് വരിക. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ. ഇത് മൂന്നുമാണ് ഫിഷറിന്റെ കൂടെ, ഫിഷർ കാരണം നമുക്ക് സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ഇതിന് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒരു ടിയർ ആണ്, സ്ക്വാമസ് എപ്പിത്തീലിയത്തിൽ കാണുന്ന ചെറിയൊരു ടിയർ. അത് കാലക്രമേണ വലുതായി വരികയും ചെയ്യും. പിന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മുടെ ആ സ്പിങ്ചർ മസിൽസിനെ ബാധിക്കും. അപ്പൊ നമുക്ക് മോഷൻ ഹോൾഡ് ചെയ്യാൻ, പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ വരാം സിവിയർ ഫിഷറിന്റെ കേസുകളിൽ. ഈ എങ്ങനെയാണ് അക്യൂട്ട് ഫിഷറിൽ വേദന വരുന്നത്? മിക്കവാറും നമ്മൾ ഉണ്ടാവുന്നത് നെർവ് എൻഡിങ്സിൽ തട്ടാം. നെർവ് എൻഡിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻ സെൻസിറ്റിവിറ്റി വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ ആ നെർവിന്റെ അറ്റങ്ങളിൽ തട്ടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വേദന വരാം. ഇതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ചെറിയ ട്രോമ കാരണോ, അതായത് പ്രഗ്നൻസി പോലുള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ കാരണമോ ഒക്കെ നമുക്ക് ഫിഷർ വരാനുള്ള സാധ്യത ഉണ്ട്. അക്യൂട്ട് ഫിഷറിന്റെ ചെറിയൊരു പിക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ക്രോണിക് ഫിഷർ. 2 തരം ഫിഷർ ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ അക്യൂട്ട് പറഞ്ഞു. ഇനി ക്രോണിക്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഫിഷർ വരാം. അത് ചിലപ്പം ഒന്ന് ട്രീറ്റ് ചെയ്യും, പിന്നെയും രീതികൾ പഴയതായാൽ, അതായത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്, അതല്ലെങ്കിൽ മേ ബി ബാത്റൂം ഹാബിറ്റ്. ചില ആളുകൾ പിടിച്ചു വെക്കുന്ന ഒരു ശീലമുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, യൂറിനാണെങ്കിലും മോഷനാണെങ്കിലും പിടിച്ചു വെക്കുന്നത് വഴി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം. കോൺസ്റ്റിപ്പേഷൻ വന്ന 90% മുകളിലുള്ള കേസിലും നമുക്ക് ഫിഷർ ഒരു ബൈ പ്രൊഡക്റ്റ് തന്നെ പറയാം. പിന്നെ സെന്റിനൽ പൈൽസ് പോലുള്ള കണ്ടീഷനിലും നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഫിഷർ കാണിക്കാറുണ്ട്. ഇത് ക്രോണിക് ഫിഷറിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഫിഷർ വരാം അല്ലെ? മോഷൻ വലുതായാൽ, ഹാർഡ് ആവുന്നതിന്റെ കൂടെ തന്നെ വലിയ മോഷൻ ആയാല്, അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മുക്കിയിരിക്കുന്ന ഒരു അവസ്ഥ വന്നാല്, പിന്നെ എന്തെങ്കിലും ട്രോമ, മലദ്വാരത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ട്രോമ, അത് ചൈൽഡ് ബർത്ത് ആവാം, ഡെലിവറി ടൈമിൽ വരുന്ന ട്രോമ ആവാം, അതല്ലെങ്കിൽ റേപ്പ് പോലുള്ള കണ്ടീഷൻസിൽ വരാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി പാർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയറോ അതുപോലുള്ള എന്തെങ്കിലും കണ്ടീഷൻ വരുമ്പോഴും നമുക്ക് മെക്കാനിക്കൽ ഇഞ്ചുറി വരാം. ആ സമയത്ത് നമുക്ക് ഫിഷർ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി എന്തൊക്കെ കോസിൽ അതായത് ഇൻഫ്ലമേറ്ററി എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ക്രോൺസ് ഡിസീസ് പോലുള്ള കണ്ടീഷൻസിൽ വരാം, ട്യൂബർക്ലോസിസ് എന്ന കണ്ടീഷനിൽ വരാം, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ഡയറിയ. ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡയറിയ വരുന്ന കണ്ടീഷനിലും നമുക്ക് ഇത് വരാം. പിന്നെ ചില കേസിൽ ഇപ്പൊ പൈൽസിന്റെ കൂടെ തന്നെ ഇച്ചിങ് ഉണ്ടായിരിക്കാം. അപ്പൊ സിവിയർ ഇച്ചിങ് കാരണം അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് കാരണോ നമുക്ക് എന്താവാം, ഇൻഫെക്ഷൻസ് വരാം. ഈ ഇൻഫെക്ഷൻ നമുക്ക് ഫിഷറിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ഇനി എന്ത് റിസ്ക് ആണ് ഈ ഫിഷർ കാരണം വരുന്നത് അല്ലെ? അതല്ലെങ്കിൽ റിസ്ക് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഫിഷർ വരുന്നത്? കണ്ടിന്യൂസ് കോൺസ്റ്റിപ്പേഷൻ, ഒരുപാട് കാലമായിട്ടുള്ള മലബന്ധത്തിന്റെ പ്രശ്നം, ഫുഡില് ഫൈബർ കണ്ടന്റ് കുറവ്, അതും വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ്. 2 രീതിയിലുള്ള ഫൈബേഴ്സ് ഉണ്ട്. ഒന്ന് വാട്ടർ കണ്ടന്റ്, വാട്ടർ സോലുബിളും ഉണ്ട്, ഇൻസോലുബിളും ഉണ്ട്. ഇതിൽ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഫൈബറിന്റെ കണ്ടന്റ് കുറവ് കാരണം നമുക്ക് വരാം. പിന്നെ വെള്ളം കുടിയുടെ കുറവ്,
ഇപ്പൊ ഈ ഓഫീസ് വർക്ക് അതല്ലാന്നാണെങ്കിൽ ഇപ്പൊ രാവിലെ 9 to 5 ജോലി ചെയ്യുന്നവര് മിക്കവാറും മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും വെള്ളം കുടിക്കാൻ മടിക്കുന്നവരാണ് അല്ലെ. കൊണ്ടുപോകാനും അതല്ലെങ്കിൽ അവിടെ എടുത്ത് കുടിക്കാനുള്ള മടി കാരണം, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പോവാനുള്ള മടി കാരണം ഒക്കെ വെള്ളം കൂടി കുറവായിരിക്കും. അപ്പൊ അത് കാരണം ഡീഹൈഡ്രേഷൻ വരും. അത് നമുക്ക് മോഷൻ ഹാർഡ് ആക്കും. ഇൻ ടേൺ എന്താക്കും, ഫിഷർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില പ്രഗ്നൻസിയിൽ ഇനി നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം. അതുപോലെ തന്നെ ഏനൽ ഇന്റർകോഴ്സ് അല്ലെ, ആ സമയത്തും നമുക്ക് ടിയർ വരാം. ടിയർ പിന്നീട് ഫിഷർ ആവാനുള്ള സാധ്യത ഉണ്ട്. അത് റിക്കറന്റ് ആയിട്ട് ഫിഷർ കോൺസ്റ്റിപ്പേഷൻ ഹിസ്റ്ററി ഉള്ള ഒരു പേഷ്യന്റിന് എന്താവും, റിക്കറന്റ് ഫിഷർ വരാം. ഈ റിക്കറന്റ് ഫിഷർ കാരണം അതൊരു റിസ്ക് ആണ്. ഒരു തവണ വന്നാൽ അല്ലെങ്കിൽ 2 or 3 തവണ വന്നാൽ പിന്നെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ. അപ്പം ഈ സെക്കൻഡറി അതല്ലെങ്കിൽ ക്രോണിക് ഫിഷർ എങ്ങനെയാ നമുക്ക് സസ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്, മിക്ക കേസിലും അതിന്റെ ലൊക്കേഷന് ലാറ്ററൽ സൈഡിലായിരിക്കും. അതുപോലെ ഒരു ടിയർ ആവില്ല, ഒന്നിൽ കൂടുതൽ ടിയർ, മൾട്ടിപ്പിൾ ടിയർ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പം ഒരു നല്ലൊരു ഏജ്, അതായത് ഹെൽത്തി ഏജ് ആണെങ്കിൽ ചെറിയൊരു ടിയർ വന്നാലും അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഹീലാവാം. പക്ഷെ എന്ത് ചെയ്താലും, ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുത്താലും അതല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാലും നോൺ ഹീലിംഗ് ആയിട്ടില്ല മുറിവുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഫിഷേഴ്സ് ഉണ്ടാവാം. പിന്നെ ക്രോൺസ് ഡിസീസ് അതല്ലെങ്കിൽ HIV, TB, എന്തെങ്കിലും ക്രോണിക് മാലിഗ്നൻസി, ഇങ്ങനത്തെ കേസിൽ നമുക്ക് സെക്കൻഡറി ഫിഷർ സസ്പെക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതാണ് ഫിഷറിന്റെ ടൈപ്സ്. അക്യൂട്ട് ആണെങ്കിൽ ചെറിയ ഡ്യൂറേഷനിൽ വരും, അതിന്റെ എഡ്ജ് അരികുകൾ നല്ല ക്ലീൻ ആയിരിക്കും. ക്രോണിക് ഫിഷർ എന്ന് പറഞ്ഞാൽ ഒരു 6 മുതൽ 8 ആഴ്ച വരെ നീണ്ടു നിൽക്കും. സെന്റിനൽ ടാഗ്, അതായത് നീണ്ടു നിൽക്കുന്ന ചെറിയ ഒരു ഞെട്ട് പോലുള്ള പൈൽസിന്റെ ടാഗ് നമുക്ക് അതിൻ്റെ കൂടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ അരികുകളൊക്കെ ഒരു ഡിസ്ഫിഗേർഡ് ആയിരിക്കും, ഈ ഫിഷറിന്റെ ഏനൽ ആ ഏരിയാസ്. അതാണ് അക്യൂട്ടും ക്രോണിക്കും ഫിഷറും തമ്മിലുള്ള ഒരു സിമ്പിൾ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഇനി ഇപ്പം എന്തും നമുക്ക് ഒരു 2-3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് ഇപ്പൊ ഇതിന്റെ പ്രൈമറി ഇഡിയോപ്പത്തിക് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി കോസ് അല്ലെ, പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ല. ചില ആളുകൾക്ക് ഫിഷർ വരാം, ചോദിച്ചാൽ പറയും കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു അണ്ടർലൈനിങ് കോസും ഇല്ലാത്തൊരു കണ്ടീഷനിൽ വരുന്ന ഫിഷറാണ് പ്രൈമറി ഫിഷർ. പക്ഷെ സെക്കൻഡറി ആണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഹിസ്റ്ററി ഓഫ് ഫിഷർ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചൈൽഡ് ബർത്തിന്റെ സമയത്ത് എന്തെങ്കിലും ചെറിയ ട്രോമ വന്നിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ റിക്കറന്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷനോ ഡയറിയോ ഇല്ല പേഷ്യൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാലിഗ്നന്റ് കണ്ടീഷൻ സിവിയർ ആയിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ട് അസുഖം, ക്രോൺസ് ഡിസീസോ IBS പോലുള്ള കണ്ടീഷനുള്ളവർക്ക് നമുക്ക് സെക്കൻഡറി ഫിഷർ പ്രതീക്ഷിക്കാം. ഡോക്ടറെ അടുത്ത സ്ലൈഡ്. ഫിഷർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന ഒരു സിംറ്റാണ് എരിച്ചില് അല്ലെങ്കിൽ പുകച്ചില്. സിവിയർ ആയിട്ട് ബേണിങ് ഉണ്ടായിരിക്കും. അതിലിപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ മദർ ടിഞ്ചർ റെറ്റാനിയയിലുള്ള ഒരു സിംറ്റം ഉണ്ട്, അതായത് ഗ്ലാസ് പീസ് കൊണ്ട് ഇങ്ങനെ വരഞ്ഞാലുള്ള ഒരു എരിച്ചില് പുകച്ചില് പോലുള്ള ഒരു സിംറ്റം. മിക്ക കേസിലും പേഷ്യൻസ് പറയുന്ന ഒരു ലക്ഷണം അതാണ്. അവർക്ക് പേടിയായിരിക്കും വാഷ്റൂമിൽ പോവാന്. കാരണം ഈ ഫിഷർ ബാത്റൂം പോണ സമയത്ത് ആ ഏനൽ ഏരിയ ഒന്ന് വികസിക്കുമ്പം ഈ ഫിഷറും വിണ്ട് വലുതാവും. അപ്പൊ അസഹ്യമായ വേദന ഇവർക്ക് ഫീൽ ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രഷ് ബ്ലഡ്, ബ്രൈറ്റ് റെഡ് ബ്ലീഡിങ് ഉണ്ടായിരിക്കും. പെയിന് പാസ് ചെയ്യുന്ന സമയത്ത് സ്റ്റൂൾ, അത് പെയിൻ ആവാം, ബേണിംഗ് ആവാം. പിന്നെ അതേമാതിരി ടിയർ ഉണ്ടായിരിക്കും. മിക്ക കേസിലും ഫ്രഷ് ബ്ലഡ് ഉണ്ടായിരിക്കും മോഷന്റെ കൂടെ സ്കിൻ ടാഗ്, അതായത് ഒരു തവണ ഫിഷർ വന്നതിന് ശേഷം അത് ഉണങ്ങിയാൽ സ്കിൻ ടാഗ് ഉണ്ടായിരിക്കും. മിക്ക കേസിലും ആ സ്കിൻ ടാഗ് പിന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ആ സ്കിൻ ടാഗ് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിലും തൊടുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ അത് അവിടെ ഉണ്ടായിരിക്കും. ഇൻഫെക്റ്റഡ് ആയാൽ മാത്രമേ ഈ സ്കിൻ ടാഗ് കാരണം പിന്നീട് ഒരു ബുദ്ധിമുട്ട് തോന്നാറുള്ളൂ. ഇനി ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന അതല്ലെങ്കിൽ കൂടി വരുന്ന കുറച്ച് സിംറ്റംസ്, മിക്ക കേസിലും ബാത്റൂമിൽ പോവാനുള്ളൊരു മടി, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ. അതിന് ചില സമയത്ത് എന്തെന്നെ ചെയ്താലും പിന്നെയും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്.
കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ടിയർ, ഇല്ലെങ്കിൽ തൊട്ട് നോക്കിയാൽ അറിയാം ഒരു വിള്ളൽ പോലെ. നോർമൽ കുറച്ചൊരു സോഫ്റ്റ് ഏരിയ ആയിരിക്കും ഈ ഏനൽ ഏരിയ, നമുക്ക് തൊട്ടാൽ തന്നെ അറിയാം അല്ലെ. ആ ഏരിയയിൽ നല്ല രീതിക്ക് ടിയർ കാണാൻ പറ്റും നമുക്ക്. കൂടെ സെന്റിനൽ പൈൽസ്, പൈൽസ് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കേസ് ഉണ്ട് ഫിഷർ മാത്രമല്ല ചില ആളുകളിൽ പൈൽസും ഉണ്ടായിരിക്കും. ആ കേസിലാണ് നമുക്ക് പൈൽസിന്റെ ആ ടാഗ് കാണാൻ പറ്റാറ്. ഇനി ഇത് നമ്മൾ എപ്പോ ശ്രദ്ധിക്കണം അല്ലെ? യൂഷ്വലി ഈ ഫിഷറിന് ഒരു സൈറ്റ് ഉണ്ട്, അതല്ലാണ്ട് വേറെ ഏരിയാസിലൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കൂടെ വെയിറ്റ് ലോസ്, കണ്ടമാനം വെയിറ്റ് ലോസ് ആവുന്നിരിക്കുക. അതുപോലെ തന്നെ ഒരു വഴുവഴുത്ത കൊഴുത്ത ഡിസ്ചാർജ് അതിന്റെ കൂടെ, മോഷന്റെ കൂടെ വരിക. ഒരു ചില കേസിൽ നമുക്കൊരു സ്മെല്ലൊക്കെ വരുന്ന രീതിക്ക് ഒരു കൊഴുത്ത ഡിസ്ചാർജ് ഇതിന്റെ കൂടെ വരിക. പിന്നെ ഫിഷർ ഉണ്ടായിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഒരു കെയറും ഇതിന് കൊടുക്കാണ്ട് അതങ്ങനെ ചില കേസിൽ ഫിഷർ പെയിൻഫുൾ ആയിരിക്കില്ല. നെർവ് എൻഡിങ്സിൽ വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് അത്ര പെയിൻ തോന്നില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുന്നതും ഇതിന്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം അല്ലെ? സിംറ്റമാറ്റിക് ഡയഗ്നോസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ബേണിംഗ് ഉണ്ടായിരിക്കാം, ഫ്രഷ് ബ്ലഡ് സ്റ്റൂളിൽ കാണും പറയാം, കോൺസ്റ്റിപ്പേഷൻ ഹിസ്റ്ററി, ഇതൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മുൻപ് എന്തെങ്കിലും പ്രയർ ആയിട്ട് റെക്ടൽ ഏരിയയിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ചോദിക്കാം പേഷ്യന്റിന്റെ അടുത്ത്. അതുപോലെ തന്നെ എക്സാമിൻ ചെയ്യുന്ന സമയത്തും നമ്മളിപ്പം ഗ്ലൗസ് ഒക്കെ വെച്ച് എക്സാമിൻ ചെയ്യുന്ന സമയത്തും പേഷ്യന്റിന് നല്ല പെയിനോ ബേണിങ്ങോ ഉണ്ടെങ്കിലും നമുക്ക് കാണാനും പറ്റും ആ ഒരു ഫിഷറിന്റെ ടിയർ. ഈ രീതിയിലൊക്കെ നമുക്ക് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ചിലത് കുറച്ച് ഇന്റേണൽ ആയിട്ട് ഉള്ളിലായിട്ടാണ് ഫിഷറിന്റെ ടിയർ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എൻഡോസ്കോപ്പിയോ അതുപോലുള്ളെങ്കിൽ ആനോസ്കോപ്പിയോ ഒക്കെ യൂസ് ചെയ്തിട്ട്, പക്ഷെ അത് നമ്മൾ മെഡിസിൻസ് ലോക്കൽ അനസ്തേഷ്യ പോലുള്ള എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടവരും ചെയ്യാനില്ലെങ്കിൽ പേഷ്യന്റിന് നല്ല പെയിൻ ഫീൽ ചെയ്യും. കാരണം ഇവർക്ക് നോർമലി നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് പെയിൻ ഫീൽ ചെയ്യാം. ഇനി ഇൻവെസ്റ്റിഗേഷൻ. ഈ ഫിഷറിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അനീമിയാണ്. അതായത് ഫിഷർ വരുമ്പോൾ മിക്ക കേസിലും ബ്ലീഡിങ് കാണാം. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ CBC-SR പോലുള്ള ടെസ്റ്റുകൾ ചെയ്യിക്കാം. കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ക്രോൺസ് ഡിസീസോ IBS പോലുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ അതിനുള്ള ടെസ്റ്റുകളും ചെയ്യിക്കുന്നത് നല്ലതാണ്, റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫിഷറിന്റെ കൂടെ നമുക്ക് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് വരുന്ന കുറച്ച് കണ്ടീഷനിലാണ് ഹെമറോയിഡ്സ്, അതായത് നമ്മുടെ പൈൽസ്, അതല്ലെങ്കിൽ ഫിസ്റ്റുല, പിന്നെ എന്തെങ്കിലും മാലിഗ്നൻസി, അതല്ലെങ്കിൽ പ്രോക്ടൈറ്റൈറ്റിസ്. ഈ കണ്ടീഷനൊക്കെ നമുക്ക് ഫിഷർ ആണോ ഇല്ലെങ്കിൽ ഇതാണോ കൺഫ്യൂഷൻ വരുന്ന കേസുകളാണ്. പിന്നെ ചില കേസിൽ സോറിയാസിസ്, ആ ഏരിയയിലുള്ള സോറിയാസിസോ ഡെർമറ്റൈറ്റിസിന്റെ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുത്താവുന്നതാണ്. അപ്പൊ അത് നന്നായിട്ട് രീതിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി എന്തൊക്കെ ചെയ്യാം നമുക്ക് അല്ലെ? എല്ലാ കേസിലും ഇനീഷ്യലി തന്നെ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ആവശ്യം വരില്ല. അപ്പം ഫസ്റ്റ് ലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹാർഡായ മോഷനെ സോഫ്റ്റൻ ചെയ്യിക്കാം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഫുഡിലാണെങ്കിലും ചില കേസിൽ എക്സസൈസ് ചെയ്യേണ്ടി വരും, ഹൈഡ്രേറ്റ് ചെയ്യേണ്ടി വരും, നന്നായിട്ട് വെള്ളം കുടിച്ച് ശരിയാക്കേണ്ടി വരും, ഭക്ഷണ സമയത്ത് കഴിച്ച് ഈ സ്റ്റൂള് സോഫ്റ്റൻ ചെയ്യേണ്ടി വരും, ഫൈബർ കണ്ടന്റ് കൂട്ടിയിട്ടും. പിന്നെ സിറ്റ്സ് ബാത്ത് മിക്ക കേസിലും ഈ ഏനോറക്ടൽ ഏരിയയിൽ വരുന്ന പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അതുപോലുള്ള പെരിയേനൽ ആബ്സസ്, ഈ കണ്ടീഷനിലൊക്കെ സിറ്റ്സ് ബാത്ത് എപ്പോഴും നല്ലതാണ്. വിത്ത് മെഡിസിൻസ് ഓർ വിത്തൗട്ട് മെഡിസിൻ നമ്മുടെ നോർമൽ സോൾട്ട് ഇട്ടിട്ട് ചെറു ചൂടിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന പാകത്തിലുള്ളതിൽ 10-15 മിനിറ്റ് 2 നേരം ചെയ്യുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഈ എരിച്ചിലും പുകച്ചിലും ഒക്കെ മാറാനും ഇൻഫെക്ഷൻ കുറയാനും എപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇപ്പം ബ്ലീഡിങ്ങിലെ കണ്ടീഷനിലാണെങ്കിൽ എന്ത് ചെയ്താലാണോ ബ്ലീഡിങ് കുറയാം, അപ്പൊ നമ്മുടെ ഹെമാമലിസ് പോലുള്ള മെഡിസിൻസ് ബ്ലീഡിങ് ഫ്രം എനി ഓറിഫൈസ് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡ്രസ്സിങ് പൗഡർ, നമ്മുടെ കലൻഡുല ഡ്രസ്സിങ് പൗഡർ അപ്ലൈ ചെയ്യുന്നതും ഹീലിംഗ്, പെട്ടെന്ന് മുറിവ് ഉണങ്ങാനും. അതുപോലെ ചില കേസിൽ നോൺ ഹീലിംഗ് വൂൺസ് ആണെങ്കിൽ നമ്മുടെ ഷുഗർ ഒക്കെ നോക്കിയിട്ട് ഇൻ കേസ് ഷുഗർ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഷുഗർ കൺട്രോൾ വരുത്തിയാലും ഹീലിംഗ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരാം. ഇനി കുറച്ച് ഫുഡ് ഹാബിറ്റ്സ് ആണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഒരു നോർമൽ റേഞ്ചിൽ എപ്പോഴും പറയും ഫൈബർ കണ്ടന്റ് ഫുഡ് കഴിക്കണം എന്നുള്ളത്, 25 to 35 gram പെർ ഡേ. അതും നമ്മുടെ സീസണൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് കുറച്ചും കൂടിയും പെസ്റ്റിസൈഡ്സ് ഒക്കെ കുറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും. കാരണം അതിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്, എക്കണോമിക്കലും ആയിരിക്കും. പപ്പായ, ആപ്പിള്, അതല്ലെങ്കിൽ ബനാന, പേരയ്ക്ക, പിയർ, നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന വെജിറ്റബിൾസ് ആയ ചീര, മുരിങ്ങയില ഇതിലും ചിലപ്പം കോൺട്രാഇൻഡിക്കേഷൻ വരാറുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് കഴിക്കാം, ബീട്രൂട്ട്, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടിയും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ് അതുപോലുള്ളത് ഹെൽത്തി ആണെന്ന് പറയുന്നുണ്ട്. നല്ലതാണ്, മിക്ക ഫുഡിലും ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ സീഡ്സുകൾ. സൺഫ്ലവർ സീഡ്സ് അതല്ലെങ്കിൽ ചിയ സീഡ്സ് ഒക്കെ നല്ലതാണ്. ഇനി തവിട് കളയാത്ത ഗ്രെയിൻസ്, അത് റൈസ് ആണെങ്കിൽ ബ്രൗൺ റൈസ് ആണ്. പിന്നെ ഗോതമ്പിൽ തന്നെ ആട്ടയല്ല, ഹോൾ വീറ്റ്. ആട്ട എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ നാരുകൾ കുറവായിരിക്കും. അപ്പൊ ഹോൾ നമ്മുടെ വീറ്റ് വാങ്ങി പൊടിപ്പിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ കിട്ടുവാണെങ്കിൽ അതും, അതായത് പൊടിപ്പിച്ചത് തന്നെ ഹോൾ വീറ്റ് പൊടിപ്പിച്ചത് കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ്. മില്ലറ്റ്സ് നല്ലതാണ്. പിന്നെ നമ്മുടെ ഗ്രീൻ ഗ്രാം, അതായത് ചെറുപയർ, വൻപയർ, ഇതില് ചില ആളുകൾ പറയാറുണ്ട് ഗ്യാസിന്റെ ഒരു പ്രശ്നം ഇതുപോലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ. അപ്പൊ എനിക്ക് പേഴ്സണലി ഇത് മുളപ്പിച്ച് കഴിച്ചാല് ഈ ഗ്യാസിന്റെ ഒരു പ്രശ്നം കുറയുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൻപയർ, അങ്ങനത്തെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ഇനി വെള്ളത്തിന്റെ അളവ്. വെള്ളം ഒരു 2 to 3 ലിറ്റേഴ്സ്, അതായത് 8 മുതൽ 10 ഗ്ലാസ് വരെ ഡെയിലി കുടിക്കാം. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോരാണ്. ഈ വെള്ളത്തിന്റെ അളവിലേക്ക് നമുക്ക് ചായ ഉൾപ്പെടുത്താൻ പറ്റില്ല. പൊതുവെ ചില ആളുകൾ, കുറച്ച് ഏജ് ആയ ആൾക്കാർ പറയാറുണ്ട് ഡോക്ടറെ ചായ കുടിച്ചാൽ മതിയാവില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തേങ്ങ വെള്ളം, മോരും വെള്ളം അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. പക്ഷെ ചായ വേറെ തന്നെയാണ്. ചായ കുറച്ചും കൂടിയും എന്റെ അറിവിൽ ഡീഹൈഡ്രേറ്റ് ആക്കുന്ന ഒരു സംഭവം കൂടിയാണ്. പിന്നെ ഫ്രൂട്ട് ജ്യൂസ് ഓക്കെ, പക്ഷെ ഫ്രൂട്ട്സ് അങ്ങനെ കടിച്ചു കഴിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ അതിന്റെ ഫൈബർ നശിച്ചു പോകുന്നാണ് പറയാ. നമ്മൾ ഇത്രയും വെള്ളം കുടിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് മോഷന് നന്നായിട്ട്, അല്ലെങ്കിൽ ഹാർഡായിട്ട് മാറും. പിന്നെ അബ്സോർപ്ഷൻ തടയും. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇനി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് അത് കഴിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ നല്ല നെയ്യ്, ഫ്ലാക്സ് സീഡ് ഓയിൽ, നട്ട്സിന്റെ അടുത്തുള്ള ഓയിൽ, ഇതൊക്കെ കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലൂബ്രിക്കേഷൻ കൂട്ടും. നമ്മുടെ ബവൽ മൂവ്മെന്റ്സിൽ ലൂബ്രിക്കേഷൻ കൂട്ടും. അപ്പം സ്റ്റൂൾ എന്താവും, നല്ല സ്മൂത്ത് ആയിട്ട് താഴേക്ക് വരും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കും. ഇനി എന്തൊക്കെ ഒഴിവാക്കാം അല്ലെ? ഒരു ഓവർ ആയിട്ടുള്ള സ്പൈസി ഫുഡ്, ഭയങ്കര എരിവില്ല അല്ലെങ്കിൽ മസാല അല്ലേ, ഇപ്പൊ നമ്മുടെ പേരെന്നെ ഉണ്ട് മസാല ഷവായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് മേ ബി ചിലപ്പോൾ അത്ര സ്പൈസി ആയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള മസാലാസ് ഒക്കെ ഫില്ല് ചെയ്ത് നമുക്കത് ഇറിറ്റേഷൻസ് വരുത്തും, പ്രത്യേകിച്ച് ഈ ഏനൽ ഏരിയയിൽ ഫിഷറുള്ള ആളുകളിൽ. പിന്നെ ഫ്രൈഡ് ഫുഡ് ഒരുപാട്, അതും ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഈ റെഡ് കളർ മീറ്റ്, നമ്മുടെ മട്ടന് അല്ലെങ്കിൽ ബീഫ്, അങ്ങനെ ചുവന്ന കളറിലുള്ള മീറ്റുകൾ. പിന്നെ പ്രോസസ് ചെയ്ത മീറ്റ്സ്, വൈറ്റ് റൈസ്, ബ്രൗൺ റൈസ് ആണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അതിൽ തവിടുണ്ട്, ഫൈബർ കണ്ടന്റ് ഉണ്ട്. പിന്നെ മൈദ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീറ്റില് അല്ലെങ്കിൽ ഹോൾ വീറ്റില് ഏറ്റവും യൂസ്ലെസ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ പ്രോസസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന രീതിക്ക് കിട്ടുന്നതാണ്. ബട്ട് ടേസ്റ്റ് വൈസ് ഇറ്റ് ഈസ് വെരി ഗുഡ് മൈദ. പിന്നെ ബേക്കറി ഐറ്റംസ്, കഫീന് കൂടുതലുള്ളത്, ആൽക്കഹോള്, ഇതൊക്കെ ആൽക്കഹോളും കഫീനും അല്ലെങ്കിൽ ടീ, കോഫി ഒക്കെ നമുക്ക്
ഡീഹൈഡ്രേറ്റ് ചെയ്യിക്കുന്നതാണ്. അപ്പം ഇതൊന്നും നമുക്ക് വെള്ളത്തിന്റെ അളവിൽ കൂട്ടാനും പറ്റില്ല. പിന്നെ ഒരുപാട് ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്നതും ഒരു മിനിമൽ അളവിൽ കഴിക്കാം, കൂടുതലായിട്ട് കഴിക്കുന്നതും നമുക്ക് അത്ര നല്ലതല്ല. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് ഫുഡിന്റെ പിക്ചേഴ്സ് ആണ്. ഇത് ജസ്റ്റ് നമ്മൾ ഇപ്പം ഒരു അലോപ്പതിക് സൈഡിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് മെഡിക്കേഷൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഇനി സർജിക്കൽ, അതായത് ഇപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാത്ത കണ്ടീഷനിലാണെങ്കിൽ സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. സ്പിങ്ചറോക്ടോമി ആണ് സർജിക്കൽ കണ്ടീഷനിൽ വരിക, പ്രത്യേകിച്ച് ക്രോണിക് ഫിഷറിൽ. പക്ഷെ നമ്മൾ മിക്ക കേസിലും നമുക്ക് സർജറി ഇല്ലാണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റബിൾ ആണ് ഫിഷർ. ഇനി ഏത് കണ്ടീഷനിലാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടതെന്ന് പറയാം. ഒരു 1 to 2 months നമ്മൾ മെഡിസിൻസ് കഴിച്ചിട്ടും പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഫിഷറിന്റെ നമ്പർ കൂടുകയാണ്, അതല്ലെങ്കിൽ അതിന്റെ കൂടെ വല്ല മാലിഗ്നൻസിയോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത്ര നല്ലതല്ല നമ്മൾ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത്. കണ്ടീഷൻസ് റെഫർ ചെയ്യാണ് നല്ലത്. ഇനി കോംപ്ലിക്കേഷൻസ്. ചില മെഡിസിൻസ് കഴിക്കുന്നത് കാരണം, അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്നത് കാരണം നമുക്ക് ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. കാരണം കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട്. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ ആയിട്ടും നമുക്ക് ഫിഷർ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതിലിപ്പോ നമുക്ക് ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് പെയിൻ കുറയ്ക്കാൻ പറ്റും, നല്ല രീതിയിൽ പെയിൻ കുറയ്ക്കാൻ പറ്റും. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു വിങ്ങല് അത് കുറയ്ക്കാൻ പറ്റും, പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും, ഇടയിലിടയിൽ വരുന്ന റിക്കറൻസ് ഒഴിവാക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഹോമിയോപ്പതി മെഡിസിൻസോട് ചെയ്യാൻ പറ്റും വിത്ത് കറക്റ്റ് ഇൻഡിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് സിറ്റ്സ് ബാത്ത്, നമ്മുടെ കലൻഡുല മദർ ടിങ്ചർ മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. ബ്ലീഡിങ്ങിലെ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കതിന് പകരം വേണമെങ്കിൽ നമ്മുടെ ഹെമാമിലസ് ക്യൂ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാം, ബ്ലീഡിങ് നിൽക്കും. ഇതിന്റെ കൂടെ തന്നെ ഡയറ്റും ബവൽ ഹാബിറ്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്യണം. ഇനി കുറച്ച് മെഡിസിന്റെ ഇൻഡിക്കേഷൻസ് പറയാം. ഫസ്റ്റ് തന്നെയാണ് നമ്മൾ കോമൺലി ഓൾമോസ്റ്റ് എല്ലാ ഫിഷർ കേസിലും കൊടുക്കുന്നതാണ് റെറ്റാനിയ. ബേണിംഗ് ഉണ്ടായിരിക്കും അല്ലെ, ഡ്യൂറിങ്ങും അല്ലെങ്കിൽ ആഫ്റ്റർ സ്റ്റൂളൊക്കെ ബേണിംഗ് ഉണ്ടായിരിക്കും. പിന്നെ അക്യൂട്ട് കണ്ടീഷനിൽ ആ ഒരു പച്ച മുറിയുടെ ഒരു സെൻസേഷൻ ഉണ്ടാവില്ലേ, അതിന് നമുക്ക് റെറ്റാനിയ നല്ലതാണ്. ഇനി നൈട്രിക് ആസിഡും എന്ത് തരം ബേണിങ്ങിനും നമ്മൾ പൊട്ടൻസി മെഡിസിൻ ആയിട്ട്, പ്രത്യേകിച്ച് നമ്മൾ BD ആയിട്ടാണ് കൊടുക്കാറുള്ളത് 200. നൈട്രിക് ആസിഡ് പോലെ തന്നെ എഫക്റ്റീവ് ആണ് മ്യൂരിയാറ്റിക് ആസിഡും. ഇത് രണ്ടും ബേണിംഗ് കണ്ടീഷനിൽ നമുക്ക് BD ഡെയിലി എന്ന് പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റുന്നതാണ്. സൈലീഷ്യ ഗ്രാഫൈറ്റിസ് അല്ലെ, ചില കണ്ടീഷനിൽ ഇപ്പൊ മുന്നേ പറഞ്ഞു സ്ലോ ആയിരിക്കും ഹീലിംഗ് എന്നുള്ളത്, മെല്ലെ മാറുള്ളൂ, അല്ലെങ്കിൽ ആ ഫിഷറിന്റെ മുറിവും മെല്ലെ മാറുള്ളൂ. അങ്ങനെ മാറുകയാണെങ്കിൽ ഡെയിലി നമുക്ക് ഈ വേദന, എരിച്ചില്, പുകച്ചിലൊക്കെ ഫീൽ ചെയ്യും അല്ലെ. അപ്പം ആ ഒരു സ്ലോ ഹീലിംഗിന് വേണ്ടിയിട്ട്, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൈലീഷ്യ കൊടുക്കാം. പിന്നെ ഈ ഫിഷറിന്റെ എഡ്ജസ് നല്ല തിക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡിസ്ചാർജ് മോഷന്റെ കൂടെ, സ്റ്റൂളിന്റെ കൂടെ വരുന്നുണ്ട് വിത്ത് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ നമുക്ക് ഗ്രാഫൈറ്റിസ് കൊടുക്കാം. പയേനിയ കൊടുക്കാം, ഏസ്കുലസ് കൊടുക്കാം. പിന്നെ പ്ലാറ്റിന, ഒരു കൺസ്ട്രിക്ഷൻ ഫീലിംഗ്, പ്ലാറ്റിന കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണല്ലോ, അങ്ങനത്തെ കണ്ടീഷനുള്ള കേസിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. കൂടെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഹെമാമിലസ് ക്യൂ കൊടുക്കാം, പിന്നെ നക്സോമിക്ക് കൊടുക്കാം. ഫിഷർ വിത്ത് ഇച്ചിങ് ഉണ്ടെങ്കിൽ ഏസ്കുലസ് സൾഫർ പോലുള്ള, ഏസ്കുലസ് ക്യൂ ആണ് കേട്ടോ, മദർ ടിങ്ചർ ആണ് കൊടുക്കാറുള്ളത്. സൾഫർ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഡെയിലി മോർണിംഗിൽ 200 30 നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ മെഡിസിൻസ് റെറ്റാനിയ, പയേനിയ, ഏസ്കുലസ്, നക്സോമിക്ക,
അതൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത് കേട്ടോ. നമ്മൾ മിക്കവാറും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എല്ലാ കണ്ടീഷന്റെ കൂടെയും സിറ്റ്സ് ബാത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് പറയാറുണ്ട്. ഡയറ്റ് പ്ലാനും ഡയറ്റ് നിർബന്ധമാണ്. കാരണം നമ്മൾ മെഡിസിൻസ് കൊടുക്കും, പക്ഷെ അവരുടെ പഴയ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ പിന്നെയും വന്നാൽ ഫിഷർ മാറില്ല. അത് 100% അവരുടെ അടുത്ത് പറയും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന തരം ഭക്ഷണങ്ങൾ കണ്ടിന്യൂസ്ലി ബനാന കഴിച്ചാൽ, നേന്ത്രപ്പഴം കഴിച്ചാൽ പോലും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ശരിയാവില്ല. അതല്ലെങ്കിൽ സ്പൈസി ഫുഡ്, ഒരു രാത്രി 11-12 മണിക്കുള്ള പുറത്തുനിന്നുള്ള ഫുഡ്, തട്ടുകടയത്തെ ഫുഡോ അതല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിക്കുക. എന്നിട്ട് വെള്ളം കൂടി കുറവ്, കോൺസ്റ്റിപ്പേഷൻ ശരിയാവില്ല. മെഡിസിൻ കൊണ്ട് പ്രത്യേകിച്ച് തൽക്കാലം അക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് റിലീഫേ ഉണ്ടാവുള്ളൂ. പേഷ്യന്റ് പിന്നെയും റീവിസിറ്റിന് വരുമ്പോൾ കുറവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. വെള്ളത്തിന്റെ അളവ്, അതുപോലെ തന്നെ ബാത്റൂമിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ, അത് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു തോന്നുന്നു. നമ്മളിപ്പോ മോസ്റ്റ്ലി നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റ് ഒന്നുമില്ല, യൂറോപ്പിനെ ആണുള്ളത്. അപ്പൊ നമ്മള് 90 ഡിഗ്രിയിൽ ഇരിക്കാണ്ട് കുറച്ച് മുന്നോട്ട് ആഞ്ഞിരിക്കുക. ഇത്തിരി നമ്മളൊരു മുന്നോട്ട് ഇത്തിരി ഒന്ന് ആഞ്ഞിരുന്നിട്ട് കാല് വെക്കുന്നിടത്ത്, നിലത്ത് കാല് വെക്കുന്നതിന് പകരം ചെറിയൊരു സ്റ്റൂളോ കുഞ്ഞ് അല്ലെങ്കിൽ പലക പോലുള്ള എന്തിലെങ്കിലും കാല് കയറ്റി വെച്ചാൽ നമുക്ക് ആ ഒരു പൊസിഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് മോഷൻ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൊസിഷൻ കൂടിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പൊ ചില പേഷ്യൻസ് പറയും, ഡോക്ടറെ മുട്ടുവേദനയാണ്, ഇരുന്ന് സിറ്റ്സ് ബാത്ത് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ നമുക്ക് ഈസി അവൈലബിൾ നമ്മുടെ ക്ലോസറ്റിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ടബ്സ് ഒക്കെ അവൈലബിൾ ആണ്. കാരണം ഇതൊക്കെ പേഷ്യൻസ് പറയും, അവർക്ക് മരുന്ന് കിട്ടിയാൽ മതി, മരുന്ന് കുടിച്ച് മാറണം, ഫുഡ് മാറ്റാൻ പറ്റില്ല, എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് എൻ്റെ ഇതില് നമ്മുടെ കുടലിന് ഒരു തിരമാലയുടെ മൂവ്മെന്റ് ആണ് അല്ലെ, തീരെ ഒരു ഇളക്കം തട്ടാത്ത, അതായത് കുറച്ചൊരു വയറ് ചാടിയ ആൾക്കാരിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം സിറ്റിംഗ് ഇരുത്തമുള്ള ജോലിയുള്ള ആളുകളിലൊക്കെ ഇനിയിപ്പോ ഫുഡ് കുറച്ച് ശ്രദ്ധിച്ചാലും മോഷൻ സോഫ്റ്റ് ആണെങ്കിലും പോകില്ല, ഇൻകംപ്ലീറ്റ് സെൻസേഷൻ വരും. അത് എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാണ്. മോഷൻ അവിടെ ഇങ്ങനെ തട്ടി തടഞ്ഞിരിക്കും. നമ്മുടെ ഈ എഡ്ജ് ഓഫ് കോളൺ അല്ലെങ്കിൽ നമ്മുടെ ചെറുകുടൽ വൻകുടലിന്റെ ആ ഒരു അരികുകളിൽ മോഷൻ ഇങ്ങനെ തടഞ്ഞു നിൽക്കും. അപ്പൊ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഇൻകംപ്ലീറ്റ് സെൻസേഷൻ ഉള്ള കേസുകളിൽ നമുക്ക് ഹൈഡ്രാസ്റ്റിസ് ക്യൂ ഇന്റേണലി 10 ഡ്രോപ്സ് BD ആയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെഡിസിൻ ഇൻഡിക്കേഷൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത്. കൂടെ കോസ്റ്റിക്കം കൊടുക്കാറുണ്ട് കേട്ടോ. കോസ്റ്റിക്കം റിപ്പീറ്റ് ചെയ്ത് 1 ml 200 ഏതെങ്കിലും BTയിൽ ഡിസ്പെൻസ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ടിയർ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്ഷൻ ആണല്ലോ അല്ലെ. അപ്പം മയാസ്മാറ്റിക് ലെവലിൽ നമുക്ക് സിഫിലിനും ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിഫിലിറ്റിക് റിലേറ്റഡ് മെഡിസിൻസ് ഇന്റർ കറന്റ് ആയിട്ട് പേഷ്യന്റിന് മാച്ച് ആവുന്ന രീതിക്ക് കൊടുത്താൽ കുറച്ചും കൂടി ആക്ഷൻ കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പൊതുവെ നമ്മൾ മെഡിസിൻസ് അറ്റ്ലീസ്റ്റ് 2 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്തിനാണ് കൊടുക്കാറ്. എന്നിട്ടാണ് നെക്സ്റ്റ് വിസിറ്റിന് പേഷ്യന്റിന്റെ അടുത്ത് പറയാറുള്ളത്. ഇപ്പം പറഞ്ഞു നമ്മൾ മെഡിസിൻസ് ഇന്റേണലി കഴിക്കുന്നതിന്റെ കൂടെ എക്സ്റ്റേണലി നമ്മൾ സിറ്റ്സ് ബാത്തിന് പറയാറുണ്ട്. സിറ്റ്സ് ബാത്ത് കഴിഞ്ഞിട്ട് അപ്പൊ ചെറിയൊരു നനവുണ്ടായിരിക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു ഓയിൻമെന്റ്സ്, നമ്മുടെ ഓയിൻമെന്റ്സ് തന്നെ അവൈലബിൾ ഉണ്ട്. FP ഓയിൻമെന്റ് ഉണ്ട്, ഫിഷറിന് നല്ലതാണ്. അല്ലെങ്കിൽ കലൻഡുല ഓയിൻമെന്റ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യുക. കൂടെ നമുക്ക് കലൻഡുലയുടെ തന്നെ ഡ്രസ്സിംഗ് പൗഡർ അവൈലബിൾ ആണ്, അത് അപ്ലൈ ചെയ്യുക. സോറി, അതിന്റെ കൂടെ നമുക്ക് ഡ്രസ്സിംഗ് പൗഡർ വെക്കാം. പിന്നെ വേറൊന്ന് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗൺ പൗഡർ ഉണ്ട്, അത് ടാബ്ലറ്റ് ആയിട്ടും പൗഡർ ഫോമിലും കിട്ടും. ടാബ്ലറ്റ് ആണെങ്കിൽ അത് പൊടിച്ചിട്ട് ആ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത് നമുക്ക് വൂണ്ട് ഹീലിംഗിന് ഹെൽപ്പ് ചെയ്യും. ഇനി പൗഡർ ഫോം ആണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ സിവിയർ കോൺസ്റ്റിപ്പേഷൻ കേസ് ആണ്, നമ്മൾ ചിലപ്പം ഇന്ന് കൊടുത്താൽ നാളെ കോൺസ്റ്റിപ്പേഷൻ കുറഞ്ഞില്ല എന്ന് വരാം. ഇപ്പോൾ OPM അതല്ലെങ്കിൽ ബ്രയോണിയ ഒക്കെ നമുക്ക് റിപ്പീറ്റഡ്ലി കൊടുത്ത കോൺസ്റ്റിപ്പേഷൻ കുറയും. പക്ഷേ സഡൻ ആക്ഷന് നമുക്ക് വൈലാക്സ് കൊടുക്കാം. അതൊരു പേറ്റന്റ് റെമഡിയാണ്, ബാക്സിന്റെ പേറ്റന്റ് ആണ്.
ഇപ്പം അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് വൈലൂസ് എന്ന് പറഞ്ഞൊരു പേറ്റന്റും കൂടി ഉണ്ട്. ഇത് കുറച്ചും കൂടി എക്കണോമിക്കലാണ് നമുക്ക്. അപ്പൊ വൈലാക്സും വൈലൂസും അത് സ്ഥിരം കൊടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. ബട്ട് ഫോർ എ ടെമ്പററി റിലീഫ്, പേഷ്യന്റിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് അല്ലെ റിലീഫ് ആണല്ലോ. അത്ര കോൺസ്റ്റിപ്പേഷനോടെ വരുന്ന ഒരു പേഷ്യന്റിന് മോഷൻ പോവാൻ പേടിയായി അല്ലെങ്കിൽ വേദനിച്ചിരിക്കുന്ന പേഷ്യന്റിന് നമുക്ക് തൽക്കാലം വൈലാക്സോ വൈലൂസോ ഒക്കെ കൊടുത്തിട്ട് ആ മോഷൻ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ മെഡിസിനൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ല ഞാൻ മിസ്സാക്കിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരാം, എനിക്ക് നോട്ട് ചെയ്യാം. കേസ് പ്രസന്റേഷൻ ഉണ്ടോ? കേസ് അത് 1-2 ക്ലിനിക്കിൽ വന്ന കേസുകളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനീഷ്യലി ഇപ്പൊ നമ്മളടുത്ത് വരും, തുടക്കത്തിൽ അവരവരുടെ ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊന്നും പറയില്ല. അപ്പം അങ്ങനെ വന്നൊരു കേസാണിത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സുള്ളൊരു പയ്യനാണ്. ഫസ്റ്റ് വിസിറ്റിൽ അവൻ പറഞ്ഞത് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഡോക്ടറെ, ഫുഡൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നിട്ടും എന്തായി നല്ല എരിച്ചിലുണ്ട്, പുകച്ചിലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് മെഡിസിൻസ് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് റെക്ടാനിയ കൊടുത്തിട്ടുണ്ട്, BD ആയിട്ട് 10 ഡ്രോപ്സ് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിക്കാന്, കൂടെ ഈ എരിച്ചില് പൊക്കച്ചില് കുറയാന് BD ആയിട്ട് തന്നെ നൈട്രിക് ആസിഡ് ബേണിങ്ങിന് നല്ല എഫക്റ്റീവ് ആണ്. കുറച്ചും കൂടി സിവിയർ ബേണിംഗ് ആണെങ്കിൽ നമുക്ക് മ്യൂരിയാറ്റിക് ആസിഡ് അല്ലെങ്കിൽ ആസിഡ് മ്യൂറ് കൊടുക്കാം. പിന്നെ HS അതായത് നൈറ്റ് കഴിക്കാൻ വേണ്ടി നക്സോമിക്ക കൊടുത്തു. കാരണം അവരുടെ ഒരു ഫുഡ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലും സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ലേറ്റ് നൈറ്റ് ഫുഡിംഗ് ഒക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് നക്സോമിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 ബാത്ത് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ കലൻഡുല Q കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ ടിയർ ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ബ്ലീഡിംഗ് ഉള്ള സമയത്ത് മാത്രം കഴിക്കാൻ ഹെമാമുലസ് Q, അത് കണ്ടിന്യൂസ് കഴിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ബ്ലീഡിങ്ങിന്റെ ലോക്കലി നമുക്ക് അപ്ലൈ ചെയ്യാനും ഒരു കോട്ടണിലെടുത്ത് ഹെമാമുലസ് Q അവിടെ അപ്ലൈ ചെയ്താൽ, ചെറിയ ടിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യും പെട്ടെന്ന്. അല്ല 6 ബാത്തിൽ കാലൻഡുല Qക്ക് പകരം ഹെമാമുലസ് Q അപ്ലൈ ചെയ്താലും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേസ്. നല്ല റിസൾട്ട് ആയിരുന്നു. നെക്സ്റ്റ് വിസിറ്റിന് വന്നപ്പോഴേ തന്നെ പേഷ്യന്റ് നല്ല മാറ്റം തോന്നി. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു ഡോക്ടർ, കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പം ഇനി സംശയങ്ങൾ ചോദിക്കുമ്പോഴേക്കും ആ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ആക്കിയാൽ നമുക്ക് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അന്ന് ഒരു ചെറിയ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ സ്ക്രീൻ ഷെയറിംഗ് പറ്റിയില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നെന്തായാലും അതും കൂടി പരിഹരിച്ച് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനി ഫിഷർ ആർക്ക് ഏത് കേസ് വന്നാലും ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് ആർക്കും അതൊരു വലിയ പ്രയോജനകരമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അപ്പം എല്ലാവർക്കും എന്താണ് തോന്നിയത്? പ്രയോജനമായിരുന്നില്ലേ? ഇനി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടർക്ക് എന്തെങ്കിലും വിവരങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ പറയാം. എല്ലാവരും ഈ സമയം ആവാറാവുമ്പോൾ വരാതെ നേരത്തെ, ഇപ്പോഴാകുമ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. 10 ആയിട്ടുള്ളൂ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോഴേ ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. ഇപ്പോഴാകുമ്പോൾ എല്ലാ സംശയങ്ങളും ചോദിക്കാം, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. 10:25 കഴിയുമ്പോഴേക്കും 3-4 പേര് ഹാൻഡ് റൈസ് നമ്മൾ ബുദ്ധിമുട്ടിലാവും. ഇപ്പോഴാകുമ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ചോദിക്കാനില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. അവരൊക്കെ ഇനി ഭാവിയിൽ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാനുള്ള വ്യക്തികളാണ്, ഡോക്ടർമാരാണ്. അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ
ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം എല്ലാവർക്കും പറയാം. ഡോക്ടർ ഡോക്ടറെ, ബേസിൽ. എനിക്ക് ഇടയില് 1-2 പേരെടുത്ത് എനിക്കൊന്ന് താങ്ക്സ് പറയാനുണ്ട്. ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. ഒന്ന് ധനേഷ് ഡോക്ടറെ അടുത്താണ്. ഡോക്ടർ എൻ്റെ അടുത്ത് ഇന്നലെ പ്രസന്റ് ചെയ്യാനാ പറഞ്ഞത്. പക്ഷേ സൺഡേ ആയപ്പോ എനിക്ക് ഒരു ചെറിയൊരു ഇൻകൺവീനിയൻസ് വന്നു. വേറൊരു ക്ലാസ് അതില് പെട്ടെന്നാണ്, അതങ്ങാണ്ട് ഒഴിവാക്കാനും പറ്റിയില്ല. അത് ഞാൻ ഡോക്ടറെ അടുത്ത് ഇൻഫോം ചെയ്തു. ഡോക്ടർ അപ്പഴേ പറഞ്ഞു കുഴപ്പമില്ല, ഇന്നേക്ക് ചൊവ്വാഴ്ചത്തേക്ക് ആക്കാൻ പറ്റും, കുഴപ്പമില്ല. ഞാൻ ആകെ ടെൻഷനായി പോയി. കാരണം ഇതിന് പകരം ഇപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളെ അതിന് പകരാക്കണ്ടേ. അപ്പം അതൊരു ബുദ്ധിമുട്ട്. കഴിഞ്ഞ തവണ എനിക്ക് സ്ക്രീൻ ഷെയറിങ് ഇത്തവണ എനിക്ക് പേഴ്സണലി പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ആബിദ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ആബിദ ഡോക്ടർ അപ്പോഴേ ഓക്കെ ഡോക്ടറെ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞ് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തൊരു ഡോക്ടറാണ്. അതിപ്പോ നമ്മൾ എപ്പോ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ഡോക്ടർക്ക് കഴിയുന്നതാണെങ്കിൽ വിത്ത് 100% സിൻസിയറിറ്റി ഡോക്ടർ ചെയ്തു തരും. അതിന് എനിക്ക് വളരെ സന്തോഷം. കാരണം PPT ചെയ്താൽ മാത്രം പോരല്ലോ, അത് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്തതിനൊരു ഇല്ലേ, ഇതില്ലാത്തായി പോവില്ലേ. അപ്പൊ കഴിഞ്ഞ തവണ അതാണ് സംഭവിച്ചത്. കഴിഞ്ഞ തവണയും ഡോക്ടർ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ കഴിഞ്ഞില്ല. ഇത്തവണയാണ് ഡോക്ടർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത്. അതിലും ഞാൻ നല്ല താങ്ക്സ് പറയുന്നു ഡോക്ടറെ അടുത്ത്. ഓക്കെ ലാസിമ ഡോക്ടറെ, നിങ്ങളുടെ MD പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, നമ്മളെ ബേസിൽ ഡോക്ടർ. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ, എന്തെങ്കിലും പറയാനുണ്ട്. താങ്ക് യു. ലാസിമ ഡോക്ടറുടെ വില എത്രയാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. സാധാരണ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഹോസ്പിറ്റൽ സൂപ്രണ്ട് എന്നുള്ള നിലക്ക് ഉത്തരവാദിത്തത്തോടെ ലാസിമ ഡോക്ടർ തന്നെയാണ് ചെയ്യല്. അതുകൊണ്ട് എനിക്കുള്ള ഒരു ഗുണം എന്താ പറഞ്ഞാൽ, എന്ത് ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും ലാസിമ ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് എനിക്ക് മുങ്ങാൻ പറ്റും. പക്ഷെ ഇന്നുണ്ടായത് എന്താ പറഞ്ഞാൽ, ലാസിമ ഡോക്ടറെ ക്ലാസ് കേൾക്കാന് എനിക്ക് ആദ്യം അത് ഏൽപ്പിക്കാനില്ല എന്നുള്ളത് കൊണ്ട് വെരി സോറി. 9:30 പരിപാടിക്ക് എനിക്ക് 10:15 വരാൻ കഴിഞ്ഞതുള്ളൂ. OP കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഏൽപ്പിക്കാൻ ഒരു ലാസിമ ഡോക്ടർ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതന്നെയാണ് ഡോക്ടറുടെ പ്രാധാന്യവും. കുറഞ്ഞ ഭാഗത്ത് ഞാൻ കേട്ടു, അതിൽ തന്നെ വലിയ സന്തോഷം. ഡോക്ടേഴ്സ് ഇത്രയും അറിവ് കൊടുക്കാനും അതിനുള്ള പ്ലാറ്റ്ഫോമിന് നമ്മളുടെ സംഘടനക്കും കഴിഞ്ഞു എന്നുള്ളത്. താങ്ക് യു. ഡോക്ടറെ, അവിടെ ഹോസ്പിറ്റലില് എത്ര മണി മുതൽ എത്ര മണി വരെ OP? അൺമ്യൂട്ട് ആയിപ്പോയോ? ഒന്നുകൂടെ. ഹോസ്പിറ്റൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ കൺസൾട്ടേഷൻ അടക്കം 24 അവർ ഓൺലൈനിൽ അവൈലബിൾ ആവുക എന്നുള്ള നിലക്കാണ്. സ്വാഭാവികമായിട്ടും ചില രോഗങ്ങൾ, ഇൻസോംനിയ പോലെയുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് വിദേശികൾക്ക് അവർക്ക് കഴിവതും 24 അവർ ശ്രമിക്കുന്നുണ്ട്. അത് ഓരോരുത്തരെ അസൈൻ ചെയ്ത് പുറത്തുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. പുറത്തുള്ള ഡോക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് അവിടെ പകലായിരിക്കും. അപ്പൊ നമ്മളുടെ മദർ സെർവറിൽ നിന്ന് അങ്ങനെ വരുന്ന കേസുകൾ കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നാലും പരാതികൾ ഉണ്ടാവാറുണ്ട്. അതും ചുക്കാൻ പിടിക്കുന്നത് ലാസിമ ഡോക്ടറാണ്. അവരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓരോ ഡോക്ടേഴ്സിനും ആരൊക്കെയാണോ കാനഡയിലുള്ളത്, അപ്പോൾ കാനഡയിലുള്ള ഡോക്ടർക്ക് അല്ലെങ്കിൽ കാനഡയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ പരമാവധി അവർക്ക് കൊടുത്ത് ആ പേഷ്യന്റിന് സർവീസ് കിട്ടുക എന്നുള്ളത്. ചിലപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു സർവീസ് കൊടുക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡ്യൂട്ടി എടുത്തിട്ട് പിന്നെ രാത്രി അങ്ങനെ ഒരു സർവീസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ചിലപ്പോൾ നമുക്ക് അതിലുണ്ടാവില്ല. പക്ഷെ അവിടെ സിസ്റ്റത്തിന് കിട്ടുന്ന ഒന്ന്, ഈ ഒരു സിസ്റ്റം 24 മണിക്കൂറും ഏത് രാജ്യത്തിൽ നിന്ന് നോക്കിയാലും അവൈലബിൾ ആണ് എന്ന് പറയാൻ ആളുകൾക്ക്, അത് ചിലപ്പോൾ എനിക്കാവില്ല അതിന്റെ ഗുണം കിട്ടുക. ഞാൻ ചിലപ്പോൾ രാത്രി ഒരു ഡോക്ടറെ ഡ്യൂട്ടിക്ക് ഇരുത്തിയിട്ട് ആരും വരാതിരുന്ന് 10 ദിവസത്തിൽ ഒരാൾ മാത്രം വന്ന് ആ ഒരു പേയ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അത് മോണിറ്ററി ബെനിഫിറ്റ് നോക്കുമ്പോൾ നഷ്ടമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പേഷ്യന്റിന് ആ ഒരു സമയത്ത് ഓൺ ടൈമിൽ സർവീസ് കിട്ടുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനും ഉള്ള ഡോക്ടേഴ്സിനും ഒക്കെ അത് വലിയ ബെനിഫിറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയാണ്. ആ ഒരു എളിയ ശ്രമമാണ്. പരാജയങ്ങളും തെറ്റുകുറ്റങ്ങളും അതിൽ സംഭവിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ 24 അവർ ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇൻഹൗസ് OP ഡിപ്പെൻസ് ഓരോ ഡോക്ടർക്ക്. ഇപ്പൊ എന്റേത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ 8 മണിക്ക് ശേഷം ടോക്കൺ കൊടുക്കില്ല. പക്ഷെ എന്നെ കാണാൻ ഒരാൾ വന്നാൽ 8 മണിക്ക് ശേഷം ലേഡി ഡോക്ടർ അവിടെ ഉണ്ടാകും. കാരണം ഞാൻ ആ ടൈം പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യും. തോന്നിയ നേരത്ത് വന്ന് കണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല, പ്രൊഫഷണൽ സർവീസ് ആയിട്ട് കൊടുക്കും. എന്നാൽ ഒരു രോഗി പെട്ടെന്ന് ഛർദി വന്നതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നവരെ നോക്കും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ രാത്രി 12-1 മണി വരെ ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. താങ്ക് യു. ഓക്കെ ഡോക്ടറെ, വളരെ സന്തോഷം. എന്തായാലും ഡോക്ടർ പറഞ്ഞവരെ ഇതിന്റെ എല്ലാം പ്രയോജനം ഹോമിയോപ്പതിക്ക് മൊത്തത്തിലാണ്. ഹോമിയോപ്പതിയാണ് അവിടെ എല്ലാം വളരുന്നത് എന്ന് അതുകൊണ്ട് ഡോക്ടർ നല്ല ആ ഒരു പ്രവർത്തനത്തിന് വളരെ സന്തോഷം. ഇനിയും ഹോസ്പിറ്റലിന് ഒരുപാട് പ്രയോജനങ്ങളും ഗുണങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
ഓക്കെ. നമ്മൾ സെമിനാർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ്. ഇത്രയും സെമിനാറുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ ഈ സെമിനാർ കേൾക്കുന്നു, ഇതറിയുന്നു, അതിലൂടെ ചിലപ്പോൾ ഒരു വ്യക്തിക്കായിരിക്കും അതിന്റെ ഗുണം കിട്ടുക. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അത് ഹോമിയോ സമൂഹത്തിന് തന്നെയാണ് ഗുണം കിട്ടുന്നത്. ഞാൻ 1 മണിവരെ OP എടുക്കുന്നല്ല കേട്ടോ പറഞ്ഞത്. ഇവിടുത്തെ അക്കൗണ്ട് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ആയിട്ട് എന്റെ ജീവിതശൈലി തെറ്റിയിട്ടുണ്ട്. അത് അതിന്റെ പേരിലാണ് എനിക്ക് താജിൽ നടന്ന പരിപാടിക്ക് വരാൻ പറ്റാതിരുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ധനേഷ് ഡോക്ടറോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഡോക്ടറെ, വളരെ സന്തോഷം. വരികയും നമ്മളെ സംശയങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതിലും അറിഞ്ഞതിലും എല്ലാം വളരെ സന്തോഷം. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ധനേഷ് ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. തീർച്ചയായും വളരെ നല്ല ഒരു സെഷനായിരുന്നു. പിന്നെ നാഷണൽ ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ചില രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണ വിശ്രമത്തിൽ പോകേണ്ടി വരികയും ചെയ്തു. അത് അദ്ദേഹത്തെ മാത്രമല്ല, ആ ഒരു സിസ്റ്റത്തെ തന്നെ ബാധിച്ചു എന്ന് പറയാം. കാരണം കോർഡിനേഷൻ കുറേ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തോട്ട് എത്തുകയും, എന്നാൽ ജൂനിയർ ഡോക്ടർമാരെല്ലാവരും കൂടെ നിൽക്കുകയും അവർ വളരെ നല്ല സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു മഹാകാര്യമാണ്. ഹോമിയോപ്പതിക്ക് ഇങ്ങനെയുള്ള ഡോക്ടർമാരെയാണ് നമുക്ക് ആവശ്യം. ഇന്ന് നാം കണ്ടുവരുന്ന ഒരു പ്രവണത പൊതുവെ ഹോമിയോപ്പതി ചെയ്താൽ എന്നാണ് പൈസ ഉണ്ടാകുക, എന്നാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക, എന്നാണ് ഒരു കാറ് മേടിക്കാൻ പറ്റുക, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മാതൃകയാണ്. കാരണം ഡോക്ടർ സ്വന്തമായിട്ട്, ഡോക്ടർ തന്നെ പറയാറുണ്ട് ജീവിതകഥയിൽ, ഞാൻ ഒരു വിഷയത്തിന് പരാജയപ്പെട്ടപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഹോമിയോപ്പതി ഇതോടെ തീർന്നു. പക്ഷെ അന്നാണ് ഡോക്ടർ തിരിച്ചറിഞ്ഞത് ഹോമിയോപ്പതിയുടെ വില എന്താണെന്ന്. അദ്ദേഹം ചുറ്റും വരുന്ന രോഗികളെ ചികിത്സിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആത്മവിശ്വാസം കൂടുകയും പിന്നെ എഴുതിയ പരീക്ഷയെല്ലാം വളരെ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ഒക്കെ ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് ആ പരാജയമാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് കാണുന്ന വിജയത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അപ്പോൾ തീർച്ചയായും നമുക്ക് ഡോക്ടറെയും ഡോക്ടർക്ക് ചുറ്റുമുള്ള ഈ ഡോക്ടറുടെ സഹപ്രവർത്തകരെയൊക്കെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരാളെന്നുള്ള രീതിയിലല്ല, ഒരു കൂട്ടായ്മ തന്നെയാണ്. നമ്മൾ IMBH ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അല്ല ശമ്പളമോ ലാഭമോ നഷ്ടമോ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. വർക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു ആത്മാർത്ഥതയും അതിലൂടെ ഓരോരുത്തരും കാര്യങ്ങൾ പഠിക്കുകയാണ്. അവർക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഡോക്ടർ തുറന്നു കൊടുക്കുന്നത്. അതിലൂടെ വളരെ നല്ല രീതിയിൽ ജൂനിയർ ഡോക്ടർ തന്നെ പറയാറുണ്ട്, എന്നേലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ അതിലുണ്ട്, അവരതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഉള്ള ആൾക്കാരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഡോക്ടർമാരാണ് നമ്മുടെ ഇനിയുള്ള കാലത്തിൻ്റെ പ്രതീക്ഷകൾ. തീർച്ചയായും ഈ ഒരു ടീമിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സും അതിമനോഹരമായിരുന്നു. ഷെയറിംഗ് എല്ലാം ഗംഭീരമായിട്ട് വന്നതുകൊണ്ട് ഡോക്ടർക്ക് ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം കണ്ടന്റ് എല്ലാം നന്നായിട്ട് അറിയാമെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം മാറി വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അഭിനന്ദനങ്ങൾ. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ധനേഷ് ഡോക്ടറെ, വളരെ സന്തോഷം. ധനേഷ് ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ മലപ്പുറത്തെ ഹോസ്പിറ്റലിനെ കുറിച്ചും ബേസിൽ ഡോക്ടറുടെ അത്യധ്വാനത്തിനെ കുറിച്ചും എല്ലാം വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ആബിദ ഡോക്ടർ അല്ല ലാസിമ ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം. ഡോക്ടർ വീഡിയോ ഓഫായി പോയാ ഓഫാക്കിയതാണോ? ഞാൻ വീഡിയോ ഓഫാക്കിയതാണ്. എനിക്കൊരു പേഷ്യന്റ് ഇപ്പൊ വന്നു. അത് ശരി. ഓക്കെ. ഇനി എന്താണ് ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനുണ്ടോ മറ്റാർക്കെങ്കിലും? ആബിദ ഡോക്ടർ എന്ത് പറയുന്നു? ആബിദ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ശരി. ഓക്കെ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു ലാസിമ ഡോക്ടറുടെ. താങ്ക്സ് അലോട്ട് ലാസിമ ഡോക്ടർ.
പറഞ്ഞ പോലെ എല്ലാം കൂടെ ഡോക്ടറാണെങ്കിൽ ക്യാരിയിങ്ങും ആണ് എല്ലാം. എല്ലാത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇത്രയും ചെയ്ത് തന്നെ വളരെ സന്തോഷം. വെൽ ഡൺ ലാസിമ ഡോക്ടർ, ആൻഡ് താങ്ക്സ് ടു IFPH ടീം ഇങ്ങനൊരു അവസരം എല്ലാവർക്കും തരുന്നതിനും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോമിയോപ്പതിക് കമ്മ്യൂണിറ്റിയെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ഒത്തിരി ഇത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക്സ് ടു ഓൾ ദ ടീം, താങ്ക്സ് ടു IFPH, താങ്ക്സ് ടു എവറിബഡി. ഓക്കെ ആബിദ ഡോക്ടർ, സന്തോഷം, വളരെ സന്തോഷം. ഇപ്പൊ ഈ നിങ്ങൾ ഒന്ന് പ്രത്യേകിച്ചും ലാസിമ ഡോക്ടറുടെ ക്ലാസ്സിൽ മറ്റേ സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ ചെയ്ത് ഡോക്ടറെ സഹായിച്ചു. നിങ്ങളൊക്കെ പൂർവാധികം എന്താണ് ശക്തിയോടെ IFPH എല്ലാ ദിവസവും പങ്കെടുക്കുകയും എന്താണ് മോഡറേറ്റ് ചെയ്യാനൊക്കെ തയ്യാറായി. യുവതലമുറ കൂടി മുമ്പോട്ട് വരണം. ക്ലാസ്സിലൊക്കെ കയറി എല്ലാ ദിവസവും ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യും. അത്യാവശ്യത്തിന് അസൗകര്യമുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് മോഡറേറ്റ് ചെയ്യാനും ഒക്കെ മുമ്പോട്ട് വരണം എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ, സംസാരിക്കാൻ ഡോക്ടർ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? മറിയാമ്മ ഡോക്ടർ ലാസ്റ്റ് നന്ദി പറയാനും കൂടെ വിളിക്കാന്ന് വെച്ചിട്ടാണ്. വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാത്തവരാ? ഡോക്ടർ അജിമോൾ, ഡോക്ടർ ആരൊക്കെയാണല്ലോ, ഭദ്രൻ ഡോക്ടറൊക്കെ ഉണ്ട്. ഭദ്രൻ ഡോക്ടറൊക്കെ ധാരാളം ഫിഷർ കേസുകളൊക്കെ ചികിത്സിച്ചിട്ടുള്ള ഒരു ഒട്ടനവധി കേസുകൾ ഇതിനകം സുഖപ്പെടുത്തി കാണും. ഭദ്രൻ ഡോക്ടർ ഉണ്ടോ? ഭദ്രൻ ഡോക്ടർ എന്തെങ്കിലും പറയാമോ? ഭദ്രൻ ഡോക്ടർ കാണുന്നില്ലല്ലോ ഇപ്പൊ. ജയചന്ദ്രൻ ഡോക്ടർ ഉണ്ട്. ജയചന്ദ്രൻ ഡോക്ടർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒന്ന് സമയമുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഡോക്ടർ. നമ്മുടെ ഇവിടെ കറണ്ട് ഇല്ല ട്രിവാൻഡ്രത്ത്. മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇല്ല. അതാണ് ഞാൻ ഇരുട്ടത്തിരിക്കുന്നത്. പിന്നെ എനിക്കിങ്ങനെ എൻ്റെ ഇത് ക്ലിനിക്കിൽ കോൺസ്റ്റിപ്പേഷൻ കേസ് കൂടൊക്കെ വരാറുണ്ട്. അത് കൂടുതലും ഈ ഓൾഡ് ഏജിലൊക്കെ ഉള്ള ഒരിതാണ്. അപ്പം ഞാൻ കൂടുതലും കൊടുക്കാറുള്ളത് നക്സോമിക്ക 1 പിന്നെ സിഫിലിനോട്ട് 10 ഇതൊക്കെയാണ് കൊടുക്കാറുള്ളത്. അതിലൊക്കെ നല്ല കംപ്ലീറ്റ് ക്യൂർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത ദിവസം എനിക്ക് വന്നിട്ടുള്ള ഒരു കേസ്, ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താന്ന് പറഞ്ഞാൽ അവരുടെ മോഷൻ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയെങ്കിലും കുറച്ച് പോയാൽ ഒരു ഹാർഡായിട്ട് അല്ല മറ്റേ എന്താ ചില അല്ലെ ആടിൻ്റെ മോഷൻ പോകുന്ന അതുപോലെ പീസായിട്ട് പോകുമെന്നും. പക്ഷെ വാഷ് ചെയ്യുമ്പോൾ എൻ്റെ റെക്ടൽ ഏരിയ നല്ല പോളിഷ്ഡ് ആയിട്ട് എണ്ണ പുരട്ടിയതുപോലെ ഇരിക്കും. റെക്ടൽ ഏരിയ അല്ലെ ഏനസിൻ്റെ ഭാഗത്ത് എണ്ണ പുരട്ടിയതുപോലെ ഇരിക്കും എന്ന് ഇതിന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതിന് ഏത് ട്രക്കാണ് പറ്റിയ? ഡോക്ടർ അഭിപ്രായം എന്താണ്? ഡോക്ടർ കേൾക്കുന്നുണ്ടോ? പേഷ്യന്റ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ശരി. വരുമ്പോ കേക്കാം. കേക്കാം. ഡോക്ടർ കേട്ടിട്ടുണ്ടെങ്കിൽ പറയും. പീതാംബരൻ ഡോക്ടർ ക്ലാസ് കേട്ടാണോന്ന് സന്തോഷം ജയചന്ദ്രൻ ഡോക്ടറെ. അത് ഡോക്ടർ പറഞ്ഞ കാര്യം ലാസിമ ഡോക്ടർ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചോദിക്കാം, അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം തീർച്ചയായിട്ടും. ഓക്കെ. അടുത്തത് നമ്മുടെ പീതാംബരൻ ഡോക്ടർ ഉണ്ടല്ലോ. പീതാംബരൻ ഡോക്ടർ എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ആയില്ലേ ഡോക്ടറെ? ഒന്ന് പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഒരു ഡൗട്ടാണ് ചോദിക്കാനുള്ളത്. ഈ ഫിഷർ അല്ലാത്ത ആ ഏരിയയിൽ റെക്ടത്തിൽ വരുന്ന മറ്റു രോഗങ്ങൾ കണ്ട് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഏതൊക്കെ ടെസ്റ്റാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്? പ്രോക്ടോസ്കോപ്പി പറഞ്ഞായിരുന്നു. അത് പറഞ്ഞായിരുന്നു. അതല്ലാണ്ട് എന്തെങ്കിലും ടെസ്റ്റ് പറഞ്ഞായിരുന്നു? ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോന്നുള്ള
ഹോൾ നമ്മളെ ബ്ലഡ് ചെക്ക് ചെയ്യണോന്നാണ് പറഞ്ഞത്. ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധാരണയുള്ള ബ്ലഡ് ടെസ്റ്റ് ആണോ? അത് തന്നെയാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? സ്പെസിഫിക് അല്ല, നമ്മളെ കോമൺ ടെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ CBC, SR, CRP. അത് തന്നെ. അതല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ? വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അത് ശരി. ഓക്കെ, ക്ലാസ് വളരെ നന്നായിരുന്നു. വളരെ ലളിതമായി, സിമ്പിളായി പറയാൻ പറ്റിയിട്ടുണ്ട്. വളരെ നന്നായി, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ ഡോക്ടറെ. പീതാംബരൻ സാർ ഇപ്പൊ ചോദിച്ച ഈ കോളനോസ്കോപ്പിയിൽ ഇത് കണ്ടെത്താൻ പറ്റൂലേ ഡോക്ടറെ? അത് ഇത് ഫിഷറല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഫിഷർ അല്ലെങ്കിൽ പിന്നെ CA ഒക്കെ ഉള്ള അസുഖങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിച്ച എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. ഫിഷർ കണ്ടെത്താൻ പറ്റും, അത് കുഴപ്പമില്ല. CA ഒക്കെ ഏതോ ടെസ്റ്റിൽ കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. അതിന് ക്യാൻസർ മാർക്കേഴ്സ് നോക്കേണ്ടി വരും. ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ. അതെ അതെ. ഓക്കെ പീതാംബരൻ ഡോക്ടറെ, വളരെ സന്തോഷം. ഇനി നമുക്ക് വളരെ നല്ല രീതിയിൽ ഇന്ന് ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും വളരെ ലളിതമായിട്ടും വളരെ ശാന്തമായിട്ടും നല്ലൊരു ക്ലാസ് എടുത്തു തന്ന് ലാസിമ സാദിഖ് ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അടുത്ത ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫിഷറിനെ കുറിച്ച് ആവശ്യപ്പെട്ടു. ഇപ്രാവശ്യം ആവശ്യപ്പെടുന്നത് ഫിസ്റ്റുലയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം എത്രയും വേഗം ഫിസ്റ്റുലയെ കുറിച്ചുള്ളൊരു ക്ലാസ്സുമായിട്ട് വരണമെന്ന് ഡോക്ടറോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹോമിയോപ്പതി സിസ്റ്റത്തിൻ്റെ ഉന്നമനത്തിനായി സ്വന്തം ആരോഗ്യത്തെ പോലും അവഗണിച്ച് ഇത്രയധികം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ബാസിൽ ഡോക്ടർക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഇത്രയേറെ ജൂനിയർ ഡോക്ടേഴ്സിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരികയും വളരെ നല്ലൊരു ടീം വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ബാസിൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ആ ടീമിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, സന്തോഷം മറിയാമ്മ ഡോക്ടറെ. മറിയാമ്മ ഡോക്ടർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ലാസിമ ഡോക്ടർക്ക് ഒന്ന് അപ്പിയർ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാനുണ്ടോ ഡോക്ടറെ? ലാസിമ ഡോക്ടർ. ലാസിമ ഡോക്ടർ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നത്, തിരക്കിലായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ 1870 ദിവസത്തെ വെബിനാർ അവസാനിപ്പിക്കേണ്ട സമയമായി. വളരെ നല്ലൊരു സെഷനായിരുന്നു ഇന്ന് നടന്നത്. എല്ലാവർക്കും ശുഭരാത്രിയും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ കാണുമ്പോഴേക്കും ബൈ.